നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമരങ്ങളെ പുച്ഛിക്കുന്ന കേരളത്തിലെ CPM-നെ കാത്തിരിക്കുന്നത് ബംഗാളിലെ ഗതിയെന്ന് AICC അംഗം പ്രൊഫസർ KL തുളസി. ഇടത് സർവീസ് പെൻഷൻ സംഘടനകൾക്ക് പിണറായി സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ഭയം. പാലക്കാട്ട് KSPA ദ്വിദിന സത്യാഗ്രഹ സമരത്തിന് സമാപനം. സമരത്തിന്റെ രണ്ടാം ദിനത്തിൽ വനിതാ കമ്മിറ്റിയുടെ കലക്ടറേറ്റ് മാർച്ച്. സേതോ മേനോന് പിന്തുണയുമായി നടൻ ദേവൻ. ശ്വേതയ്ക്ക് എതിരായ കേസ് അനാവശ്യം. കേസ് അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് കരുതുന്നും ദേവൻ. ലക്കിടി അകലൂർ നായാടിക്കുന്ന് കനാൽ റോഡ് തകർച്ചയിൽ. അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച നാട്ടുകാരുടെ പ്രതിഷേധം. മങ്കര വെള്ള റോഡിലെ കൊടുംവളവ് ഗതാഗതത്തിന് ഭീഷണി. 30 മീറ്ററോളം കൈവരി സ്ഥാപിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാകുമെന്ന് നാട്ടുകാർ. കോട്ടായിൽ മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. സമരങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന CPM-ന് ബംഗാളിലെ ഗതിയാകുമെന്ന് AICC അംഗം പ്രൊഫസർ KL തുളസി. ഇടത് സർവീസ് പെൻഷൻ സംഘടനകൾ പ്രതികരണശേഷി നഷ്ടമായെന്നും KL തുളസി പറഞ്ഞു. പാലക്കാട് KSPA ദ്വിദിന സത്യാഗ്രഹ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KL തുളസി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തൊഴിലാളി സ്നേഹം പറഞ്ഞ CPM ഭരണത്തിലേറിയപ്പോൾ മുതലാളികളുടെ താൽപര്യമാണ് സംരക്ഷിക്കുന്നതെന്നും പ്രൊഫസർ KL തുളസി ആരോപിച്ചു. സമരങ്ങളെ പുച്ഛിക്കുന്ന ഇടത് സർക്കാരിന്റെ ഗതി പശ്ചിമബംഗാളിന് തുല്യമാകും. പ്രതിപക്ഷത്തിരിക്കെ വികസനങ്ങൾക്കെതിരെ കുത്തിയിരിപ്പ് സമരം വരെ നടത്തിയവരാണ് CPM. ആനുകൂല്യ വർധനവ് ഉയർത്തിക്കാട്ടി സമര കോലാഹലം നടത്തിയവരുടെ ഭരണകാലത്ത് വേതനവും ശമ്പള കുടിശ്ശികയും കിട്ടാതെ ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയാണ്. അവകാശ സമരങ്ങളെ അവഗണിക്കുന്ന LDF സർക്കാരിന് സ്തുതിപാഠകരായി മാറിയ ഇടതു സംഘടനകൾ സർവീസ് പെൻഷൻ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നും KL തുളസി കുറ്റപ്പെടുത്തി. പറഞ്ഞു ഇവിടെ സമരത്തിൽ ഇരിക്കേണ്ട സാഹചര്യമാണ്. കാരണം നമുക്ക് ഒരു അടി പോലും നേരത്തെ ഇവിടെ ടീച്ചർ പറഞ്ഞു കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. അപ്പൊ നമ്മൾ കരയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഇത് ആരുടെയും ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ കരയുന്നത്. നമുക്ക് ന്യായമായിട്ടും ഒരുപാട് വർഷക്കാലം നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ആരോഗ്യവും ഒക്കെ വിവിധ വകുപ്പുകൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച് ഇപ്പൊ നമ്മൾ പെൻഷൻ പറ്റി വളരെ സമാധാനത്തോടു കൂടി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൈപ്പറ്റി വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഇരിക്കാതിരിക്കാനുള്ള സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്ത് ഒരുക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മഴയെ അവഗണിച്ചും നമ്മൾ ഈ ഒരു വേദിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായിരുന്നാലും സംഘടനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സമരാഭ്യാസം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷക്കാലമായി സർക്കാർ റിട്ടയർ ചെയ്ത ജീവനക്കാർ എന്ന വ്യത്യാസമില്ല, സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെന്ന് വ്യത്യാസമില്ല, നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരെന്ന് വ്യത്യാസമില്ല, മോട്ടോർ വാഹന തൊഴിലാളികളെന്ന് വ്യത്യാസമില്ല, അധ്യാപകരോ മറ്റു മേഖലകളിൽ പണിയെടുക്കുന്നവരോ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കർഷകരോ ആരായാലും ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, ഞങ്ങളുടെ ജീവിതം മാത്രം നന്നായാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യാഗ്രഹത്തിന്റെ രണ്ടാം ദിനത്തിൽ KSPA വനിതാ അംഗങ്ങൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് KK ശൈലജ അധ്യക്ഷത വഹിച്ചു. ജമീല, PD ഗ്രേസി, T രമണി, മുംതാസ്, K അനന്തൻ, ലിസി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്വേതാ മേനോന് പിന്തുണയുമായി നടൻ ദേവൻ. ശ്വേതയ്ക്കെതിരായ കേസ് അനാവശ്യം. കേസിൽ പറയും പോലെയുള്ള ഒരു കലാകാരിയല്ല അവർ. ശ്വേതയ്ക്കെതിരായ കേസ് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്ന് കരുതുന്നതെന്നും കേസിൽ ഒന്നുമില്ലെന്നും ദേവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വസ്തുതയിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം ശ്വേതമേനോന്റെ പേരിൽ ഒരു കേസ് വരാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് അല്ല അവർ. എന്ത് കേസെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ നോക്കിയപ്പോൾ അവർ FIR ഇട്ടിരിക്കുന്നു. FIR-ൽ ഉള്ള കാര്യങ്ങൾ ഞാൻ കേട്ടു. FIR ഇന്ന രീതിയിലുള്ള FIR ആണ് ഇട്ടിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ അത് FIR കേട്ടപ്പോൾ എനിക്കൊരു ബുൾഷിറ്റായിട്ട് തോന്നി. ഇറ്റ്സ് നോൺസെൻസ്. ഇറ്റ്സ് എ ബുൾഷിറ്റ്. കാരണം ഒന്നുമില്ല അതിനകത്ത്. കാരണം എന്തെങ്കിലും ഒരു അലിഗേഷൻ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതിന് ശക്തമായ ഒരു പിൻബലം വേണ്ടേ. നിയമത്തിൻ്റെ ഒരു പിൻബലം വേണം, അതുപോലെ സർക്കംസ്റ്റൻസസിൻ്റെ ഒരു പിൻബലം വേണം. അതൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കേസുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഞാനിതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്വേതാ മേനോൻ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ
എനിക്ക് തോന്നുന്നത് അതിനെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തെന്താണെന്ന്. കാരണം ഈ അവർ പറയപ്പെടുന്ന ഈ ഈ ഈ സിനിമകളൊക്കെ റിലീസായിട്ട് വർഷങ്ങളായി, മനസ്സിലായില്ലേ? അതിനുശേഷം പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ ഇവർ അങ്ങനെ ചെയ്തു. അത് വളരെ മോശമായ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അവർ റേസ് ചെയ്തിട്ടുള്ളത്, ഈ കംപ്ലൈൻറ്റ്. അത് വസ്തുതയിലെ ഒരു ഡിഫെയിം ചെയ്യാനായിട്ട്, അതായത് അത് വികൃതമാക്കാനായിട്ട്, അവരുടെ ഇമേജിനെ വികൃതമാക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണത്. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് അകലൂർ 6-ാം വാർഡിൽപ്പെട്ട നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 25ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ കനാൽ റോഡ്. മഴക്കാലമായതോടെ കനാൽ റോഡ് ചളിക്കുളമായി യാത്രാ ദുരിതം പെറുകയാണ് വിദ്യാർത്ഥികളടക്കമുള്ള നാട്ടുകാർ. മഴക്കാലമായതോടെ കനാൽ റോഡ് ചെളിക്കുളമായതോടെ വിദ്യാർത്ഥികളും വാഹനയാത്രികരും ദുരിതത്തിലാണ്. ഇരുചക്ര വാഹനയാത്രക്കാർ വീഴുന്നതും പതിവായി. കനാൽ സ്ഥാപിച്ച് 35 വർഷത്തിലേറെയായെങ്കിലും ഇന്നേവരെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികാരികൾ ശ്രമിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഓട്ടോറിക്ഷ പോലും വരാൻ മടിക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ വോട്ട് ചോദിക്കാൻ മാത്രമായിട്ടാണ് എത്താറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴി വരാറില്ലെന്നും വീട്ടമ്മമാർ പറയുന്നു. വോട്ട് ചോദിക്കാൻ എത്തുന്നവരാകട്ടെ ജയിച്ചാൽ ഉടൻ റോഡ് ശരിയാക്കാമെന്ന് പറയും. അത് കേട്ട് തങ്ങൾ ക്ഷമിക്കും. പിന്നെ 5 വർഷം കഴിഞ്ഞാലാണ് അവർ വീണ്ടും വരിക. മാറി മാറി പഞ്ചായത്ത് ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ റോഡ് നന്നാക്കി തരാൻ ഇന്നേവരെ കൂട്ടാക്കിയിട്ടില്ലെന്നാണ് പരാതി. താൽക്കാലികമായെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അകലൂർ 2 വില്ലേജ്, അകലൂർ ക്ഷേത്രം എന്നീ മേഖലകളിലേക്ക് എത്തിപ്പെടേണ്ട പ്രധാന വഴി കൂടിയാണിത്. വിദ്യാർത്ഥികളാണ് ചെളിയിലൂടെ നടന്ന് ദുരിതം പേറുന്നത്. റോഡ് സഞ്ചാരയോഗ്യമായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നാൽ പറയും ഞങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റോഡ് നേരാക്കി തരാമെന്ന്. പക്ഷേ ഇന്ന് വരെ ഒരു പാർട്ടിയും വന്നിട്ടില്ല റോഡിനെ പറ്റി സംസാരിക്കാൻ. പിന്നെ അതേപോലെ ഇവിടെ ലൈറ്റ് കത്തി ചിലപ്പോൾ കത്തില്ല. ഇപ്പോൾ കത്തിയിട്ട് 3 മാസമായി. ചിലപ്പോൾ രാത്രിയും കത്തും പകലും കത്തും. ചിലപ്പോൾ ഇപ്പം രാത്രിയും പകലും കത്തുന്നില്ല അങ്ങനെ. പിന്നെ ഇവിടെ എപ്പോഴും വാഹനാപകടങ്ങൾ ഒരുപാടുണ്ടല്ലോ. ബൈക്കുകൾ വീഴുന്നുണ്ട്, ട്രിപ്പർ ലോറികൾ വീഴുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ തേങ്ങ കൊണ്ടുവന്ന് അങ്ങനെ തേങ്ങ അവർ മുറ്റത്താ പോയി വീണത്. തേങ്ങ അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ രാത്രി സമയങ്ങളിലാണ് ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ രാത്രി സമയങ്ങളിലാണ് പണിമാറ്റി വരുന്നത്. ഒരു കടയിൽ അവിടെ ഇവിടെയൊക്കെ പണിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ വണ്ടി കൊണ്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പന്നി ശല്യമുണ്ട്, മയിലിന്റെ ഒരുപാട് ശല്യങ്ങൾ ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് റോഡ് പണി റെഡിയാക്കി തരാം. കുട്ടികൾക്കൊന്നും സ്കൂളിലേക്ക് പോകാൻ പറ്റാണ്ടുള്ള ഇതാണ്. ചളി കെട്ടിയിട്ടും വെള്ളം കെട്ടിയിട്ടും വഴുക്കി വീണിട്ടും പൊന്ത കെട്ടിയിട്ടും കുട്ടികൾക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും ഞങ്ങൾ കഴിയുന്നതും വെട്ടിയിട്ടും വൃത്തിയാക്കിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരും വന്നിട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം തരും, നേരാക്കി തരാം. പക്ഷെ ഇന്നത്തെ വരെ ഒരു പാർട്ടിക്കാരും, നമ്മൾ ഒരു പാർട്ടിക്കാരെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവരും വേണം. പക്ഷെ ഒന്നുണ്ട്, ആരും ഞങ്ങളെ ഇവിടെ തിരിഞ്ഞു നോക്കണില്ല. നമുക്ക് കുറച്ച് വീട്ടുകാരുണ്ട് ഞങ്ങൾ ഇവിടെ. പിന്നെ മലമ്പുഴയിലെ കരാർ തൊഴിലാളികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലത്തെ വേസ്റ്റ് മുഴുവനും വാരിയിട്ട് ഈ വഴിയിലേക്ക് ഇടുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വഴി നടക്കുകയും വേണ്ട. അത്രയും ദയനീയാവസ്ഥയിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലക്കിടിപ്പേരൂർ പഞ്ചായത്ത്, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകുമെന്നും നാട്ടുകാരായ കെ അബ്ദുൾ റഹ്മാൻ, പൊന്നു എന്നിവർ അറിയിച്ചു. ഞങ്ങൾ ഈ റോഡ് കനാലി റോഡ് ടു വില്ലേജ് ടു അവലൂക്കാവ് റോഡ് സാറേ, ഞങ്ങൾക്കിത് നേരാക്കി കിട്ടണില്ല. കുറേ കാലഘട്ടങ്ങളായി 10-30 കൊല്ലമായി ഈ കനാലിലൂടെ വന്നിട്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഏത് മെമ്പർമാർ വന്നിട്ടും ഞങ്ങൾക്ക് നേരാക്കി തരില്ല, പഞ്ചായത്തിനും നേരാക്കി തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നല്ല കുടുക്കത്തിലാണ് സാറേ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഗവനിക്കണം. അതല്ലെങ്കിൽ ഇനി ഞങ്ങൾ വില്ലേജിൻ്റെ മെമ്പർമാർ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മങ്കര വെള്ള റോഡിലെ കൊടുംവളവ് വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. 30 മീറ്ററോളം കൈവരി സ്ഥാപിച്ചാൽ അപകട ഭീഷണി മാറിക്കിട്ടും. വളവിന് 1/2 മീറ്റർ അപ്പുറത്താണ് മലമ്പുഴ പ്രധാന കനാൽ പോകുന്നത്. ഇവിടം 15 മീറ്ററോളം താഴ്ചയാണുള്ളത്. വളവിൽ മറ്റൊരു വാഹനം വന്നാൽ പോകാൻ കഴിയില്ല. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അപകടം ഉറപ്പ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത്. മങ്കര വെള്ള റോഡിൽ നിന്നും കാളികാവ്, താവളം റോഡിലേക്ക് എത്താനുള്ള എളുപ്പ വഴി കൂടിയാണിത്. രാപ്പകലില്ലാതെ നിരവധി വാഹനങ്ങളാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. കൊടുംവളവിൽ കനാലിന് 30 മീറ്ററോളം ദൂരം കൈവരികൾ സ്ഥാപിച്ചാൽ അപകട ഭീഷണി മാറിക്കിട്ടും. ഇക്കാര്യത്തിൽ അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കോട്ടായി സെന്ററിൽ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതിക്കായി 1 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ച് മലമ്പുഴ കനാലിന് മുകളിലാണ് മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ഇടയിൽ പ്രധാന പാതയോരത്തെ മലമ്പുഴ മെയിൻ കനാലിന് മുകളിലാണ് കോൺക്രീറ്റ് സ്ലാബ് നിരത്തി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കനാലിന് മുകളിൽ 65 മീറ്റർ നീളത്തിലാണ് കോൺക്രീറ്റ് സ്ലാബ് നിരത്തുന്നത്.
പണി തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും അടുത്ത ദിവസങ്ങളിലായി പണി വേഗത്തിൽ പുരോഗമിക്കുന്നതിൽ നാട്ടുകാർ ആശ്വാസത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മഞ്ഞക്കാട് യൂണിറ്റ് കൺവെൻഷൻ മഞ്ഞക്കാട് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അത് മിക്കവാറും അടുത്ത മാസമൊക്കെ ആയിട്ട് വീണ്ടും ഒരു വർധന വൃത്തിയാകുന്നുണ്ട്. സർക്കാർ കാണുന്നത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം എന്നത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നഗരസഭയിലൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി എല്ലാ വർഷവും നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വയോജന ഉത്സവം തന്നെ സംഘടിപ്പിച്ചു. ഇത്തവണയും അത് ആ നിലയിൽ തന്നെ നടക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ടി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ടി വി ജയരാജ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സെക്രട്ടറി അശോക് സിദ്ധാർത്ഥ് റിപ്പോർട്ട് വായിച്ചു. മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ, സെക്രട്ടറി കെ ചന്ദ്രൻ, ഭാരവാഹികളായ ആർ സതീന്ദ്രൻ, ആർ നടരാജൻ, കെ ഗംഗാധരൻ, യൂണിറ്റ് അംഗം കെ കെ കേശവൻ, ടി ഹരീന്ദ്രദാസ് എന്നിവർ പ്രസംഗിച്ചു. പി ആറുമുഖൻ സ്വാഗതവും കെ രാമൻ നന്ദിയും പറഞ്ഞു. കെ ശങ്കരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പി ആറുമുഖൻ, സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരവാഹികളുടെ ഒഴിവുകളിലേക്ക് സി പി ജോണിനെ വൈസ് പ്രസിഡന്റായും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കെ കെ കേശവൻ, കെ ശങ്കരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലം ആറൻകുട്ടുകര വയലി നാട്ടറിവ് സംഘത്തിൻ്റെയും കലാമണ്ഡലത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴ മഹോത്സവം ശനി ഞായർ ദിവസങ്ങളായി ആറൻകുട്ടുകരയിലും കലാമണ്ഡലത്തിലുമായി നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇത് തുടർച്ചയായ 9ാമത്തെ വർഷമാണ് മഴോത്സവം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി വയലി നാട്ടറിവ് സംഘം നിളയുടെ തീരത്ത് മഴ ഉത്സവങ്ങൾ നടത്തിവരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആറങ്ങോട്ടുകര വയലിയിൽ ഗോപാലൻ ജ്യോതി ദമ്പതികൾ നയിക്കുന്ന പുള്ളുവൻ പാട്ടോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് പെരിങ്ങോട് AKG മണികണ്ഠൻ അവതരിപ്പിക്കുന്ന ഇടക്കയിൽ ഇത്തിരി നേരം പരിപാടി, അടാട്ട് കതിരവല നയിക്കുന്ന മരംകൊട്ട്, ലക്ഷ്മി ഗിരീഷ്, ജന്ന ഫ്രാൻസിസ് മഴ നൃത്തശില്പം, തുടർന്ന് നാടൻ പാട്ടുകൾ എന്നിവ അരങ്ങിലെത്തും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കലാമണ്ഡലത്തിൽ ആരംഭിക്കുന്ന 2ാം ദിവസത്തെ മഹോത്സവം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. നമ്മൾ വയലിൽ നടത്തുന്ന മഴോത്സവം ഇത്തവണ നമ്മൾ 9ാം വർഷമാണ് നമ്മൾ മഴോത്സവം നടത്തുന്നത്. അത് ഇത്തവണ 2 ദിവസങ്ങളിലായിട്ടാണ്. നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് സാധാരണ ഒരു ദിവസത്തിലാണ് നമ്മൾ നടത്താറുള്ളത്. ഇത്തവണ നിന്ന് വ്യത്യസ്തമായി 2 ദിവസത്തിലാണ്. ഓഗസ്റ്റ് 9ഉം 10ഉമാണ് മഴോത്സവം നടത്തുന്നത്. 9ാം തീയതി ആറങ്ങോട്ടുകാരെ തന്നെ വയലി ഒരുക്കിയ ഒരു വേദിയിലാണ് നമ്മൾ നടത്തുന്നത്. അത് 4 മണിക്കാണ് തുടങ്ങുന്നത്. 9ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി അവിടെ പുള്ളുവൻ പാട്ട്, അതുപോലെ തന്നെ ഇടക്കയിൽ ഇത്തിരി നേരം ഇടയ്ക്ക സന്ധ്യ, അതിനുശേഷം മരം കൊട്ട്, പിന്നെ ഡാൻസുകൾ, ഇത്തരത്തിലുള്ള പരിപാടികളായിട്ടാണ് 9ാം തീയതി വയലരങ്ങിൽ വെച്ചിട്ട് മഴോത്സവം നടക്കുന്നത്. അതിനുശേഷം 10ാം തീയതി കൂത്തമ്പലത്തിൽ വെച്ച് കേരള കലാമണ്ഡലത്തിൽ കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് പ്രധാന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തേക്കുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ വയലിയും അതുപോലെ തന്നെ കലാമണ്ഡലവും ചേർന്നിട്ടുള്ള പാട്ടും പറച്ചിലും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ആദ്യമായിട്ട് നമ്മൾ 10 മണിക്ക് തുടങ്ങുന്നത്. അത് 12 മണി വരെ പാട്ടും പറച്ചിലും പറയുന്ന ആർക്കും പങ്കെടുക്കാവുന്ന മഴയുടെ ആശയങ്ങൾ, അനുഭവങ്ങൾ പറയാവുന്ന ഒരു പരിപാടിയാണ്. മഴ ഉത്സവത്തിന്റെ ഭാഗമായി കലാമണ്ഡലം ചിട്ടപ്പെടുത്തിയ പ്രത്യേക കഥകളിയും വയലി മുള സംഗീതവും സംഗീത നിശയും നാടൻ കലാരൂപങ്ങളും അവതരിപ്പിക്കുമെന്ന് സുജിൽ കുമാർ വയലി, ഭാഗ്യനാഥ് വയലി, മനോ വയലി, സുദീപ് വയലി, ഉണ്ണികൃഷ്ണൻ വയലി എന്നിവരും കലാമണ്ഡലം വിദ്യാർത്ഥികളായ അമർനാഥ് MS, ഗോകുൽ VS എന്നിവരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വർദ്ധിച്ചുവരുന്ന വൈദ്യുത അപകടങ്ങൾ തടയാൻ കേരള ഇലക്ട്രിക് അസോസിയേഷൻ പാലക്കാട് എനർജി കോൺക്ലേവ് സംഘടിപ്പിക്കും. ഗാർഹിക ഉപഭോക്താക്കൾ, വ്യവസായശാല ഉടമകൾ എന്നിവർക്കായാണ് ബോധവൽക്കരണ ക്ലാസ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇലക്ട്രിക് ഉൽപ്പാദകർ, വിദഗ്ധർ, ഉപഭോക്താക്കൾ എന്നിവർ എനർജി കോൺക്ലേവിൽ പങ്കെടുക്കും. ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയും നിയമപരമായും മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥാപിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപനത്തെക്കുറിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രിക് വയറിംഗ് മേഖലകളെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ് സെമിനാറിൽ ഉദ്ദേശിക്കുന്നത്. വിവിധതരം ഉപകരണങ്ങൾ പരിചയപ്പെടാനും അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സബ്മിറ്റ് ചെയ്യപ്പെടുകയുമാണല്ലോ. ഈ
പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം എക്സ്ക്ലൂസീവായിട്ട് വിദഗ്ധർ നയിക്കുന്ന സംശയ നിവാരണവും ഇപ്പം തന്നെ വലിയ സോളാർ വൈദ്യുതി ലാഭമാണോ നഷ്ടമാണോ എന്ന രീതിയിലൊക്കെ ജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. പത്ര സുഹൃത്തുക്കൾ പോലും ഒരു 2 തട്ടിലാണ് സോളാറിൻ്റെ വൈദ്യുതി ഉൽപാദനം കൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ. ഇത്തരം കാര്യഗൗരവമായ ചർച്ചകൾക്ക് അത് വേദിയാവും. നിങ്ങൾക്കും ഈ വിദഗ്ധരുമായിട്ട് സംബന്ധിക്കാനുള്ള അവസരമുണ്ട്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വിദഗ്ധരാണ് ഈ കോൺക്ലേവിൽ ഭാഗമാകുക. സംസ്ഥാന പ്രസിഡന്റ് രാജൻ എം മേനോൻ, ജില്ലാ പ്രസിഡന്റ് VP പ്രസാദ്, CV ബിനു, KS സ്വാമിനാഥൻ, PS സിംസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തിരി ഉത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി ശ്രീധരൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിറപുത്തിരി നടത്തുന്നതിലൂടെ ദേശവാസികളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. ക്ഷേത്ര ഭാരവാഹികൾ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. കോട്ടായി ചമ്പ്രക്കുളം അയ്യപ്പൻകാവിൽ കർക്കിടക മാസം 1 മുതൽ ആരംഭിച്ച രാമായണ പാരായണവും ഔഷധകഞ്ഞി വിതരണവും തുടരുന്നു. നിരവധി ഭക്തരാണ് ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 8-ന് ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭഗവത് സേവ, ഓഗസ്റ്റ് 9-ന് ഗണപതി ഹോമം, ആനയൂട്ട്, സോപാന സംഗീതം എന്നിവ നടക്കും. ഓഗസ്റ്റ് 15-ന് രാമായണം പാരായണം ചെയ്ത ഭക്തരെയും മറ്റു മഹത് വ്യക്തികളെയും ആദരിക്കൽ ചടങ്ങുമുണ്ടായിരിക്കും. ഓഗസ്റ്റ് 16-ന് രാമായണ പാരായണ സമാപന ദിവസം ബ്രഹ്മകുമാരി കവിതാ ബഹന്റെ ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് 30 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണവും അതോടനുബന്ധിച്ച് പരിപാടികളും കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് ശേഷം, രാമായണ പാരായണത്തിന് ശേഷം ഏകദേശം ഇതിനകം 115ഓളം ഭക്തന്മാർ ഈ ഔഷധക്കഞ്ഞിക്ക് ഇവിടെ സ്പോൺസർമാരായിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഈ പരിപാടി ഈ ചിത്രശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുണ്യപരമായ എല്ലാ ഭക്തജനങ്ങളും നല്ലപോലെ സഹകരിക്കുകയും ഈ പരിപാടി വൻ വിജയത്തിലേക്ക്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ KS സൂര്യയെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് അനുമോദിച്ചു. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ ഉപഹാരം കൈമാറി. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷിന്റെയും ഒറ്റപ്പാലം അർബൻ ബാങ്ക് ലക്കിടി ബ്രാഞ്ച് മാനേജർ V സതിയുടെയും മകളാണ് കൊളഞ്ചേരി വീട്ടിൽ ഡോക്ടർ KS സൂര്യ. അർബൻ ബാങ്കിലെ ഭരണസമിതിയും ജീവനക്കാരും ഇതിലേറെ ആഹ്ലാദിക്കുകയാണ്. ഇത്തരം പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നത് ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ ചുമതലയും കർത്തവ്യവുമായി ഞങ്ങൾ കാണുന്നു. മാത്രമല്ല, ഒറ്റപ്പാലം ബാങ്ക് പരിധിക്കകത്തെ വിവിധ ഇനങ്ങളിൽ വ്യക്തിഗത മുദ്ര പതിപ്പിച്ച നിരവധി ആളുകളെ അർബൻ ബാങ്ക് ഇതിനകം ആദരിച്ചിട്ടുണ്ട്. അനുമോദന ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ K സുനിത, ജനറൽ മാനേജർ ഇൻചാർജ് S സഞ്ജീവ്, മാനേജർ AP ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സൂര്യയുടെ ഏക സഹോദരൻ KS സൂരജ് ലക്കിടിക്ക് ഇൻഫ്ര പാർക്കിൽ ഗ്രീൻ വെയിൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ HR ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരങ്ങളെ പുച്ഛിക്കുന്ന കേരളത്തിലെ CPM-നെ കാത്തിരിക്കുന്നത് ബംഗാളിലെ ഗതിയെന്ന് AICC അംഗം പ്രൊഫസർ KL തുളസി. ഇടത് സർവീസ് പെൻഷൻ സംഘടനകൾക്ക് പിണറായി സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ഭയം. പാലക്കാട്ട് KSPA ദ്വിദിന സത്യാഗ്രഹ സമരത്തിന് സമാപനം. സമരത്തിന്റെ 2ാം ദിനത്തിൽ വനിതാ കമ്മിറ്റിയുടെ കലക്ടറേറ്റ് മാർച്ച്. സേതോ മേനോന് പിന്തുണയുമായി നടൻ ദേവൻ. ശ്വേതയ്ക്ക് എതിരായ കേസ് അനാവശ്യം. കേസ് അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് കരുതുന്നും ദേവൻ. ലക്കിടി അകലൂർ നായാടിക്കുന്ന് കനാൽ റോഡ് തകർച്ചയിൽ. അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച നാട്ടുകാരുടെ പ്രതിഷേധം. മങ്കര വെള്ള റോഡിലെ കൊടുംവളവ് ഗതാഗതത്തിന് ഭീഷണി. 30 മീറ്ററോളം കൈവരി സ്ഥാപിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാകുമെന്ന് നാട്ടുകാർ. കോട്ടായിൽ മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.